നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. കർക്കിടക മാസഫലം 2026 നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുവാൻ സാധിക്കുന്ന അനുകൂല സമയമാണിത്. എന്നാൽ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ബന്ധുക്കളുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കുവാനും യാത്രാക്ലേശങ്ങൾ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. ഉദരരോഗങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ തലങ്ങളിൽ നിന്നും ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. സാമ്പത്തിക ക്ലേശങ്ങളും ഉറക്കക്കുറവും ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സമൂഹത്തിൽ മാന്യതയും ആദരവും വർദ്ധിക്കുന്ന മികച്ച ഒരു കാലഘട്ടമാണിത്. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ വിജയവും ശത്രുക്കളെ മറികടക്കുവാനുള്ള സാഹചര്യങ്ങളും ഒത്തുവരും. സന്താനങ്ങളുടെ കാര്യത്തിൽ പുരോഗതിയും ആഗ്രഹിച്ച ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകുവാനും ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ മാസം അനുകൂലമായി ഭവിക്കും. എല്ലാ രംഗത്തും കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതിനാൽ ആത്മവിശ്വാസത്തോടെ പുതിയ പ്രൊഫഷണൽ നീക്കങ്ങൾ നടത്താൻ സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ജാതകത്തിൽ ശുക്രന്റെയും ബുധന്റെയും അനുകൂല സ്ഥിതിയുള്ളവർക്ക് സഹോദര ഗുണവും ധനലാഭവും മികച്ച തൊഴിൽ അവസരങ്ങളും ലഭിക്കും. എന്നാൽ ചാരവശാലുള്ള സൂര്യന്റെ സഞ്ചാരം കാരണം അനാവശ്യ കൂട്ടുകെട്ടുകളും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. ചെയ്യുന്ന കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയും തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധികളും ഉണ്ടായേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുവാൻ പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ചാരവശാൽ ശുക്രന്റെ അനുകൂല സ്ഥിതി മൂലം തൊഴിൽ വിജയവും കുടുംബസുഖവും സാമ്പത്തിക വർധനവും ഈ മാസം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയുമായി നല്ല ഐക്യം നിലനിർത്താൻ സാധിക്കുമെന്നാൽ സൂര്യന്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കുടുംബ ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സമയത്തിന് ആഹാരം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയും ശരീര തളർച്ചയും അനുഭവപ്പെട്ടേക്കാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നത് ദോഷാനുഭവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ജാതകത്തിലെ ശുക്രന്റെ സ്ഥിതി ശത്രുനാശവും വ്യവഹാര വിജയവും ഉന്നത സ്ഥാനപ്രാപ്തിയും നൽകുന്നതാണ്. അതേസമയം നഷ്ടസ്ഥാനത്തിലെ സൂര്യന്റെ സഞ്ചാരം ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിദേശവാസത്തിനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. പ്രവർത്തനങ്ങളിൽ അലസതയും മടിയും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനപരമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പ്രമേഹവും നേത്രരോഗങ്ങളുമുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നും ലഹരികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് സാമ്പത്തിക ഭദ്രത നൽകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. ഈശ്വരാധീനം വർദ്ധിക്കുകയും പറയുന്ന വാക്കുകൾ അർത്ഥവത്തായി ഭവിക്കുകയും ചെയ്യുന്ന കാലമാണിത്. ഉന്നത വ്യക്തികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിത സുഖ സൗകര്യങ്ങളും നവീന ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കുവാൻ അവസരം ലഭിക്കുമെങ്കിലും വരവിൽ കവിഞ്ഞ ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ പണമിടപാടുകളിൽ കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്ന കോടതി കേസുകളിൽ അനുകൂലമായ വിധി ഉണ്ടാകുകയും സാമ്പത്തിക പ്രയാസങ്ങൾ മാറുകയും ചെയ്യും. കുടുംബത്തിലെ അഭിവൃദ്ധിയും മാതാപിതാക്കളുടെ ആഗ്രഹ സബലീകരണവും ഈ മാസം പ്രതീക്ഷിക്കാം. വിദേശത്ത് താമസം ആരംഭിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കും. പുതിയ വാഹനമോ ഭൂമിയോ സ്വന്തമാക്കാൻ യോഗമുണ്ടെങ്കിലും ബുധന്റെ സ്ഥിതി അനുകൂലമല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങളിലും യാത്രകളിലും അല്പം ശ്രദ്ധ കാണിക്കുന്നത് നല്ലതാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ബിസിനസ് മേഖലകളിൽ മികച്ച പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുമെങ്കിലും കുടുംബപരമായ അനുഭവ ഗുണം കുറയാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ നനച്ചിരിക്കാത്ത നേരത്ത് അപമാനമോ പ്രതിസന്ധികളോ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അതീവ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിൽ അപ്രതീക്ഷിത തടസ്സങ്ങളോ സ്ഥാനനഷ്ടമോ വരാതെ സൂക്ഷിക്കണം. വിദേശയാത്രകൾക്ക് അവസരം ലഭിക്കുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബുധന്റെയും ശുക്രന്റെയും അനുകൂലമായ മാറ്റങ്ങൾ മൂലം നല്ല വിവാഹയോഗം, വാഹനഭാഗ്യം, വിദേശ യോഗം എന്നിവ ഈ മാസം അനുഭവത്തിൽ വരാം. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തെളിയും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. എന്നാൽ സൂര്യന്റെ ഗ്രഹസ്ഥിതി മൂലം അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചില ദോഷാനുഭവങ്ങൾ
സംഭവങ്ങൾ ഉണ്ടായേക്കാം. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ശ്രമിക്കുക. ദുഷിച്ച കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നതും ശ്വാസകോശം നേത്രരോഗങ്ങളിൽ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത്. ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നവർക്ക് പ്രേമവിജയം, വാഹനഭാഗ്യം, നവീന ഗ്രഹോപകരണങ്ങൾ എന്നിവ ലഭിക്കും. എന്നാൽ കുടുംബപരമായി ചില സങ്കീർണമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാതെ സൂക്ഷിക്കണം. ഭൂമി നഷ്ടം, ധനനഷ്ടം എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കുകയും യാത്രാവേളകളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സൂര്യന്റെ അനുകൂലമായ സഞ്ചാരം മൂലം കാര്യവിജയം, ധനലാഭം, മനസുഖം എന്നിവ ഈ മാസം അനുഭവത്തിൽ വരും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി രമ്യതയിൽ കഴിയാൻ സാധിക്കും. ശത്രുഹാനി, ഉയർന്ന സ്ഥാനലബ്ധി, രോഗങ്ങൾ മാറി ആരോഗ്യം വർദ്ധിക്കുക എന്നിവയും ഈ മാസത്തിന്റെ പ്രത്യേകതകളാണ്. പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കൈവരിക്കുവാൻ സാധിക്കുമെങ്കിലും ചൊവ്വയുടെ സ്ഥിതി മൂലം ചെറിയ രീതിയിലുള്ള മാനസിക സ്വസ്ഥതകളോ ദാമ്പത്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചകളോ വേണ്ടി വന്നേക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഉന്നത വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വേണ്ടിയുള്ള വിദേശയാത്രകൾ ഈ കാലയളവിൽ സഫലമാകും. കുടുംബത്തിൽ സന്തോഷകരമായ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ, ധനഭാഗ്യങ്ങൾ കൈവരാനും യോഗമുണ്ട്. എന്നാൽ സൂര്യന്റെ ഗ്രഹസഞ്ചാരം മൂലം സുഹൃത്തുക്കൾ വഴി വഞ്ചിക്കപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുർമാർഗങ്ങളിലൂടെയുള്ള സാമ്പത്തിക വരുമാനങ്ങൾ ഒഴിവാക്കുക. കൃഷിനാശമോ പക്ഷിമൃഗാദികൾ മൂലമുള്ള നഷ്ടങ്ങളോ വരാതെ സൂക്ഷിക്കണം. നേത്രരോഗങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ കൃത്യമായ കരുതൽ ആവശ്യമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.